Epoxy polymers are basically polyethers. എപ്പിക്ലോറോഹൈഡ്രനും ബിസ്ഫിനോൾ എയും കൂടി റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന എപ്പോക്സി പോളിമറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് എക്സസ് എപ്പിക്ലോറോഹൈഡ്രൻ്റെ പ്രസൻസിലാണ്. റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കുക. അവിടെ 2 എപ്പിക്ലോറോഹൈഡ്രനും ഒരു ബിസ്ഫിനോൾ എയുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആ നടുക്കുന്ന HCl പോയിട്ട് HCl ആണ് റിമൂവ് ചെയ്യുന്നത്. ആ H ഈ റിങ് ഓപ്പൺ ചെയ്ത് OMക്ക് വരും. അതുപോലെ തന്നെ CH2ൻ്റെ അടുത്താണ് Cl എത്തുക. ദെൻ അത് NOHുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് NaCl റിമൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു റിങ് വീണ്ടും ഫോം ചെയ്യുന്നുണ്ട്. ദെൻ എക്സസ് ബിസ്ഫിനോളിൻ്റെ പ്രസൻസിലാണ് പിന്നെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നോക്കുക. അവിടെ XY എന്ന് കൊടുത്തത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ഫിനോൾ എന് പകരമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് ഗ്ലൈക്കോളോ ഗ്ലിസറോളോ റെസോസിനോളോ ഒക്കെ ഇവിടെ യൂസ് ചെയ്യാം എപ്പോക്സി പോളിമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഈ രീതിയിലുള്ള റിയാക്ഷൻ വഴി ഉണ്ടായിട്ടുള്ള എപ്പോക്സി റെസിന് ഒന്നില്ലെങ്കിൽ ഹൈലി വിസ്കസ് ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ സോളിഡ് ആയിരിക്കും വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കെമിക്കൽ റെസിസ്റ്റൻറ്റ് ആൻഡ് ഗുഡ് അഡീഷൻ, അതുകൊണ്ടൊക്കെ തന്നെ അത് യൂസ്ഫുൾ ആണ്. ദെൻ എപ്പോക്സി റെസിൻസ് എക്സലൻറ്റ് സ്ട്രക്ചറൽ അഡിസീവ്സ് ആണ്. പിന്നെ അമൈൻസ്, പോളിസൾഫൈഡ്, പോളിയമൈഡ് വെച്ചിട്ടൊക്കെ നമുക്ക് എപ്പോക്സി റെസിനെ ഫർദർ ക്യൂർ ചെയ്യാം. അങ്ങനെ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോക്സി റെസിൻസിനെ ടഫ് മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ദെൻ അതിൻ്റെ യൂസസ് പറയുന്നത്, അത് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഫ്ലോറിങ്സിൽ, ഫോംസിൽ, പോട്ടിംഗ് മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസ്. ദെൻ FRPയിലെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് തന്നെയാണ് എപ്പോക്സി പോളിമർ. FRP മീൻസ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്.